ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നല്ല തിളക്കമുള്ള മുഖം നമ്മളെപ്പോഴും പരസ്യത്തിൽ മാത്രം കാണുന്ന ഒന്നാണ്. എന്നാൽ അപൂർവമായിട്ട് ചിലർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടാറുണ്ട്. മുഖത്തിന് താൽക്കാലികമായിട്ട് തിളക്കം കിട്ടാൻ സഹായിക്കുന്ന ഹൈലൈറ്റർ പോലെയുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് പെർമനൻ്റ് ആയിട്ട് മുഖം ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ. എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെടി കൂടെയാണിത്. കറ്റാർവാഴ ഒരുപാട് സൗന്ദര്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ്. കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവാനും സ്കിന്ന് നല്ല മിനുസം ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ നീക്കാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത് നോക്കാം. ഇതിന് നമുക്കൊരു 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കറ്റാർവാഴ പല രീതിയിലും ഉപയോഗിക്കാം. എന്നാലും നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒരു 4 രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കറ്റാർവാഴ വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ജെല്ല് എടുത്തിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതൊരു രീതിയാണ്. അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു ജെല്ല് നിങ്ങൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു രീതിക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ലിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് തേക്കാം. എങ്ങനെ തേക്കുന്നത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ ഉണ്ടാവാൻ സഹായിക്കും. അതുമാത്രമല്ല മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും മുഖക്കുരു തടയാനും ഒക്കെ സഹായിക്കുന്ന ഒരു രീതി കൂടെയാണിത്. അപ്പോൾ തേൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസറും കൂടെയാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കറ്റാർവാഴയുടെ ജെല്ലിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം. തൈരിൽ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ 1 സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ അളവിൽ തൈരും കൂടെ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നിങ്ങളുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കും മുഖക്കുരു പ്രശ്നമായിട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു തൈരിന് പകരമായിട്ട് 2-3 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീര് കറ്റാർവാഴയുടെ ജെല്ലിലേക്ക് ചേർത്തിട്ട് അത് തേച്ച് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് കറ്റാർവാഴ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫേസ് ക്രീമിലും അതുപോലെ തന്നെ ബോഡി ക്രീമിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കൂടുതൽ കുറയ്ക്കാനും സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എണ്ണമയവും മോയ്സ്ചറും ഒക്കെ നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ. 1 സ്പൂൺ കറ്റാർവാഴ ജെല്ലിൻ്റെ കൂടെ 2-3 തുള്ളി വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രൈ സ്കിൻ ഉള്ളവർക്കും മുഖക്കുരു ഇല്ലാത്തവർക്കും ഒക്കെ രാവിലെ വരെ നിങ്ങൾക്കിത് വെച്ചിരിക്കാവുന്നതാണ്. അതല്ലാതെ മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവർക്കും ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ സഹായിക്കുന്ന 3 മെത്തേഡാണ്. അതും കറ്റാർവാഴ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്